അപ്പോൾ എല്ലാവർക്കും PK ലേണിങ്സിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഭക്തി പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ദേവസ്വം ബോർഡ് പഠിച്ചിരുന്നു. 5 ദേവസ്വം ബോർഡുകളുടെ കാര്യം നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ KDRBയുടെ കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഒരു കുട്ടി ഒരു കമൻറ്റ് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ചില ബോർഡുകൾക്ക് പ്രസിഡൻറ്റ്, എന്തുകൊണ്ടാണ് ചില ബോർഡുകൾക്ക് ചെയർമാൻ എന്നൊക്കെ പറയുന്നത് എന്നത്. അപ്പോൾ നമ്മൾ ഭക്തി പ്രസ്ഥാനമാണ് നോക്കുന്നതെങ്കിലും അപ്പോൾ ഇന്നത്തെ ആ ഒരു ഡൗട്ട് നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ആ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ദേവസ്വം ബോർഡ് അല്ല, നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണുന്നല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, ചിലതിലേക്ക് വരുമ്പോൾ ദേവസ്വം ബോർഡ് ചെയർമാൻ. ഇത് ഏറ്റവും ബേസിക്കലി പറഞ്ഞാൽ ഇവരുടെ നിയമങ്ങളാണ് കേട്ടോ. അപ്പം കേരള ദേവസ്വം ബോർഡിനകത്ത് ഇപ്പോൾ അതിനകത്ത് വരുമ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ഇപ്പം തിരുവിതാംകൂറും കൊച്ചിയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് വരുമ്പോൾ പ്രസിഡന്റാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സ്ലൈഡിനകത്ത് അവിടെ ചെയർമാൻ ആണ് കിടക്കുന്നത്, അത് പ്രസിഡന്റാണ്. അത് ഞാൻ എടുത്തിട്ട് സോഴ്സിൽ നിന്ന് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എവിടെ വരുന്നത്, മലബാർ ദേവസ്വം ബോർഡിൽ വരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലിട്ട് വരുമ്പോഴും നമ്മൾ എന്ത് കാണുന്നുണ്ട്, ചെയർമാൻ തന്നെ കാണുന്നുണ്ട്. ഗുരുവായൂരും ചെയർമാൻ തന്നെ കാണുന്നുണ്ട്. ഇതൊന്നുമില്ല, ഏറ്റവും സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിയമപ്രകാരമാണോ ഇങ്ങനൊരു ബോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ബോർഡ് സൃഷ്ടിക്കപ്പെട്ടത്, ആ നിയമത്തിൽ എന്താണോ പറയുന്നത്, പ്രസിഡന്റിനെ നിയമിക്കണം എന്നാണോ അതോ ചെയർമാൻ ആയിരിക്കണം അതിൻ്റെ ആരാണ് ഹെഡായിട്ട് വരുന്നത് എന്ന് പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു സ്ഥാനപ്പേര് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം അവർ തമ്മിലുള്ള ഒരു വലിയ പവർ വേരിയേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ നിയമം അനുശാസിക്കുന്ന പവർ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉള്ളത്. അവർ രണ്ടുപേരെയും ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് അതിനകത്തെ വ്യത്യാസം. അപ്പോൾ നമുക്ക് പേരുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, നമുക്ക് പക്ഷെ ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലാണ് K. ജയകുമാർ IAS ആണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ മലബാർ ദേവസ്വം ബോർഡ് വരുമ്പോഴത്തേക്കും ആരാണ്, MR മുരളിയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് വരുമ്പോഴത്തേക്കും പ്രസിഡന്റ് വരുന്നത് K. രവീന്ദ്രനാണ്. അപ്പോൾ ഈ തിരുവിതാംകൂറും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഏത് നിയമപ്രകാരമാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. 1950 തിരുവിതാംകൂർ കൊച്ചി മതസ്ഥാപന നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ രണ്ടും. 1950 തിരുവിതാംകൂർ കൊച്ചി മതസ്ഥാപന നിയമപ്രകാരം നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ കൊണ്ടുവന്ന ബോർഡുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ എന്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഓക്കെ, അപ്പോൾ ആ നിയമം അനുസരിച്ചിട്ട് പറയുന്നത് എന്താണ്, പ്രസിഡന്റാണ് അവരുടെ ഒരു ഹെഡായിട്ട് വരുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രസിഡന്റിന് 2 മെമ്പേഴ്സും വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിലും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം ഓരോ ദേവസ്വം ബോർഡിലും ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഹെഡ് ആരായിരിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇവരുടെ ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്നൊക്കെ പേരിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് 1978 ഒരു നിയമപ്രകാരമാണ് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൽ പറയുന്നത് ചെയർമാൻ ആകണം അതിൻ്റെ ഹെഡ് എന്നാണ് പറയുന്നത്. കൂടെ 6 അംഗങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഹെഡായിട്ട് വരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ചെയർമാൻ തന്നെയാണ്, CK ഗോപിയാണ്. പിന്നെ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഈ പേര് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. അതായത് നിലവിൽ നമ്മൾ പഠിക്കുന്നത് മാർച്ച് 2 നമ്മുടെ ക്ലാസ്, പക്ഷെ മാർച്ച് 4 ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഡോക്ടർ VK വിജയൻ രാജിവെച്ചിരിക്കുകയാണ്. 14 തീയതി അദ്ദേഹം ഇറങ്ങേണ്ട ഒരു ഡേറ്റ്, മാർച്ച് 14 അദ്ദേഹം ഇറങ്ങേണ്ട ഡേറ്റ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്തു, 4 തന്നെ അദ്ദേഹം രാജിവെച്ചു. അപ്പം നിലവിൽ ഇപ്പം ഡോക്ടർ VK വിജയൻ അല്ല അവിടുത്തെ ബോർഡ് ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് വരുന്ന ഡോക്ടർ VK വിജയൻ അവിടുന്ന് റിസൈൻ ചെയ്തു. ഇപ്പം അവിടെ നിലവിൽ ആരുമില്ല. പക്ഷേ ഇനി പുതിയൊരാൾ ഉടനെ തന്നെ നിയമിക്കപ്പെടും. അപ്പോൾ ആരാണെന്നൊരു കാര്യത്തിൽ ഫൈനലൈസ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കറണ്ട് അഫെയർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മുടെ ക്ലാസ് നടക്കുന്ന ഇടയിലാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലും എന്തുണ്ടാവും, അതിൻ്റെ ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലും തന്നോളാം കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോണം. ഒരു മാറ്റം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഒരാൾ റിസൈൻ ചെയ്തു, ഇനി പുതിയൊരാൾ വന്നേ പറ്റും. അപ്പോൾ ഏതായിരിക്കും പുതിയ ആളെന്ന് അറിയില്ല. പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരീക്ഷയാണ് നമുക്ക് ഈ വളരെ അടുത്ത് ഉള്ള ഒരു LD നടക്കാൻ പോകുന്നത് അല്ലേ, മാർച്ച് 29. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അവിടെ ചോദിക്കുമോ എന്നൊരു കാര്യവും ഉറപ്പില്ല. പക്ഷെ എന്നാലും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ പിടികിട്ടിയല്ലോ. ആ ഒരു നിയമം അനുശാസിക്കുന്ന ഏതാണോ അതനുസരിച്ചിട്ടാണ് ചിലതിന് പ്രസിഡന്റ് ചിലതിന് ചെയർമാൻ വരുന്നത്. ഓക്കെ, നമുക്ക് പരീക്ഷയ്ക്ക് ആ ഒരു അങ്ങനെയുള്ളൊരു വ്യതിയാനത്തിലോട്ട് പോകത്തില്ലെങ്കിലും നിങ്ങളുടെ സംശയമാണ്, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ ചോദിക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്നത്തെ
ഏതാണ്? ഭക്തിപ്രസ്ഥാനം അല്ലേ? അപ്പം ഭക്തിപ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു വരുമ്പം എന്താണ് നിങ്ങളുടെ ഓർമ്മയിൽ എന്തായിരിക്കും വരുന്നത്? നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും കവിയോ ഒക്കെ ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ അല്ലേ? ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ വില്ലുമംഗലം സ്വാമിയാർ ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായിട്ടുള്ളവരാണെങ്കിൽ വില്ലുമംഗലം സ്വാമിയാർ വന്നേക്കാം. അതുപോലെ എന്താ പൂന്താനം വന്നേക്കാം, മേൽപ്പത്തൂർ വന്നേക്കാം അല്ലേ? ഇപ്പം ഭഗവാൻ കൃഷ്ണനുമായിട്ടൊരു ഒരു കോൺവെർസേഷൻ തന്നെ ഉണ്ട്, ചോദിക്കുന്നുണ്ട് അല്ലേ? അതായത് പൂന്താനത്തിൻ്റെ ഭക്തിയാണോ അതോ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയാണോ ഭഗവാൻ കൃഷ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ടല്ലേ? അപ്പോൾ എന്താ ഭഗവാൻ എന്താ മറുപടി പറഞ്ഞേ? പൂന്താനത്തിൻ്റെ ഭക്തിയാണ് അല്ലേ? കാരണം എന്താ, പൂന്താനവും കവിയാണ്, മേൽപ്പത്തൂരും കവി തന്നെയാണ്. ഇപ്പം ജ്ഞാനപ്പാന ഒക്കെ എഴുതിയത് പൂന്താനമാണ്. അതുപോലെ നാരായണീയം എഴുതുകാരാ മേൽപ്പത്തൂര്. അപ്പോൾ ഈ ജ്ഞാനപ്പാനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അല്ലേ അതിനകത്ത് പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ നാരായണത്തിലോട്ട് വരുമ്പോഴേക്കും കുറച്ച് കോംപ്ലക്സാണ്, കുറച്ച് ബുദ്ധിമുട്ടും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ ക്ലാസ്സുകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കത് ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഭക്തിപ്രസ്ഥാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ തീരും. ചെറിയൊരു പോർഷനാണ്, ഒരുപാട് വലിയ പോർഷനോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഏതാണ്ട് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഈ ഒരു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആരംഭം ആയിട്ട് വരുന്നത് കേട്ടോ. 15-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സമയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഭക്തിപ്രസ്ഥാനം അങ്ങനെ ഒരു പോപ്പുലർ ആവുന്ന ഒരു സമയം അതാണ്. അപ്പോൾ ഇത് പോപ്പുലർ ആവണമെങ്കിൽ എന്താണ്, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കണ്ടേ? അതായത് അതിന് മുന്നത്തെ ഒരു കാലത്ത് കുറേ പേര് ഇതിനു വേണ്ടി കാത്തിരുന്നു അല്ലേ? നമ്മളിപ്പോൾ രജനീകാന്തിൻ്റെ ഒക്കെ പടം ഇറങ്ങാൻ കാത്തിരിക്കുകയല്ലേ? ഇപ്പോൾ ചില നടന്മാരൊക്കെ പടം എപ്പോഴും ഇറങ്ങും. പക്ഷേ രജനീകാന്തിൻ്റെ ഒക്കെ പടം വർഷത്തിൽ ഒന്നിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാത്തിരുന്നിട്ട് അത് ഭയങ്കര ഹിറ്റാവും പടം അല്ലേ? പടം കഥ കൊള്ളുമോ ഇല്ലയോ എന്നുള്ളതിലേക്ക് പോട്ടെ, പക്ഷേ പടമൊക്കെ ഭയങ്കര ഹിറ്റായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ അതുപോലെയുള്ളൊരു കാര്യമാണ്. കാരണം അതുവരെ മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഒരു നാട്ടിലെ ഒരു പ്രമാണിത്വം ഒക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ഭക്തിപ്രസ്ഥാനം അതിന് മുന്നേ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സംസ്കൃതം അറിയാവുന്ന ആളുകൾ, വളരെ സാമ്പത്തികം അല്ലെങ്കിൽ വളരെയധികം ഒരു ജാതി അല്ലെ അന്നൊക്കെ പറയല്ലോ, ഉന്നത കുലജാതർ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഭക്തി കാര്യങ്ങളിലൊക്കെ സാഹിത്യരൂപേണ അന്നൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയിരുന്നത്. പക്ഷെ അത് പിന്നീടായപ്പോഴത്തേക്കും എന്തായി, ഇത് എല്ലാ ആളുകളിലേക്കും എത്തുക എന്ന രീതിയിലാണ് ഈ ഒരു ഭക്തി പ്രസ്ഥാനം കൊണ്ടുവരുന്നത്. അതായത് ഈ സംസ്കൃതത്തിലൊക്കെ ഉണ്ടായിരുന്ന കാവ്യങ്ങൾ അല്ലെങ്കിൽ സംസ്കൃതത്തിലൂടെയൊക്കെ തന്നെ ട്രാൻസ്ഫർ ചെയ്തിരുന്ന ഈ ഒരു നോളജ് ഇതെല്ലാം ഏതിലേക്ക് മാറുന്നുണ്ട്? മലയാള ഭാഷയിലേക്ക് പിന്നീട് മാറുകയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന സംസ്കൃതം പോലുള്ള കാര്യങ്ങൾ വളരെ ലഘൂകരിച്ച് സാധാരണ ജനങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് എന്ത് കൊടുക്കുകയാണ്? ആശയങ്ങളും അറിവുകളും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ഈ ഒരു ഭക്തിയുടെ ആ ഒരു ആശയവും കാര്യങ്ങളും എല്ലാം തന്നെ കവിത മറ്റ് രൂപേണയൊക്കെ തന്നെ എത്തുകയും അങ്ങനെ ഈ ഭക്തി പ്രസ്ഥാനത്തിന് ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നത് ഈ ഒരു 15-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ രണ്ടാമത്തെ സെൻസ് ഒന്ന് നോക്കി. പ്രമാണിമാരുടെ കയ്യിലിരുന്ന ആധ്യാത്മിക കാര്യങ്ങൾ സാധാരണക്കാരുടെ കയ്യിലെത്തി. എങ്ങനെ എത്തി, എന്തുകൊണ്ട് എത്തി എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇത്രയും ഒരു ഡെപ്തിൽ എക്സാമിനൊന്നും ചോദിക്കുകയില്ലെങ്കിലും ഞാനത് പറഞ്ഞു തരുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്നൊക്കെ ഒന്ന് പറയാനായിട്ടാണ് കുറച്ച് വിശദീകരിക്കുന്നത് കേട്ടോ. അപ്പം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സുവർണകാലം എന്നൊക്കെ പറയുന്നത് ആരുടെ കാലമാണ് എന്ന് നമുക്ക് നോക്കാം. അതും ഈ പറഞ്ഞ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചില കവികളുടെയൊക്കെയാണ്. നമുക്ക് ആ പേരുകൾ ഓരോന്ന് നോക്കാം. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, പൂന്താനം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, വില്ലുമംഗലത്ത് സ്വാമിയാർ. അപ്പോൾ ഇവരുടെയൊക്കെ കാലത്താണ് ഇത് പിന്നീട് എന്ത് ചെയ്യുന്നത്, വളരെയധികം പോപ്പുലാരിറ്റി ആവുന്നത്. കാരണം വളരെ സിമ്പിളായിട്ട് ആളുകളിലേക്ക് ഈ ഒരു ഭക്തി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എത്തുകയാണ് കേട്ടോ. അപ്പം ഇതിനകത്തൊരു പ്രധാന കൃതികൾ രാമചരിതം, കണ്ണശ കൃതികൾ, ചെറുശ്ശേരി കൃതികൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓരോന്നും നമ്മൾ കുറച്ചും കൂടെ ആവശ്യമുള്ളതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെറുശ്ശേരി. ഇപ്പോൾ ചെറുശ്ശേരി എന്ന് പറയുമ്പോൾ 1375 മുതൽ 1475 വരെ ഒരു ഏകദേശ കാലഘട്ടമാണ് കേട്ടോ. ഇത് കൃത്യമായിട്ടുള്ള വർഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം അങ്ങനെയുള്ളൊരു റെക്കോർഡോ കാര്യങ്ങളോ ഇല്ലാത്തതിനാൽ ഒരു ഏകദേശ കാലഘട്ടങ്ങളായിരിക്കും നമ്മൾ ഇവരുടെയൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഗാഥ എന്ന് പറഞ്ഞാൽ ഏത് ഗാഥയാണ്? ഗാഥാജാമാണോ? കൃഷ്ണഗാഥ കേട്ടോ. കൃഷ്ണഗാഥയുടെ ഉപജ്ഞാതാവാണ് ഈ പറയുന്ന ചെറുശ്ശേരി. കൃഷ്ണഗാഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? വളരെ ലളിതമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു വൃത്തത്തിൻ്റെ ഒരു പേരുണ്ട്. എന്ത് വൃത്തത്തിലാണ് ഇത് പറയുന്നത് അല്ലെ? മഞ്ചരി വൃത്തം അല്ലേ? മഞ്ചരി വൃത്തത്തിലാണ് ഈ പറയുന്ന കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ
ചെറുശ്ശേരിയെ പറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ ഉത്തര കേരളത്തിലെ പഴയ കുറുമ്പ്രനാട് താലൂക്കിലെ വടകരയിലാണ്, അവിടെ ചെറുശ്ശേരി ഇല്ലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെന്താ, പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു. ഈ ത്രയം എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ടപ്പോൾ? 3 പേരല്ലേ? ത്രയം എന്ന് പറയുമ്പോൾ 3 പേര്. അപ്പോൾ ഈ പ്രാചീന കവിത്രയം എന്നൊക്കെ പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ പെടുന്നത്? ചെറുശ്ശേരി, അതുപോലെ ആരാ? എഴുത്തച്ഛൻ, പിന്നെ ആരാ? കുഞ്ചൻ നമ്പ്യാർ. ഇങ്ങനെ 3 പേരാണ് ഈ പറയുന്ന പ്രാചീന കവിത്രയത്തിൽ പെടുന്നത്. ഇതിൽ ചെറുശ്ശേരിയും എഴുത്തച്ഛനും എന്തിലുണ്ട്? ഭക്തി പ്രസ്ഥാനത്തിലുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ഭക്തി പ്രസ്ഥാനത്തിന് പുറത്താണ്. കാരണം പുള്ളി എന്താ ചെയ്യുന്നത്? കുഞ്ചൻ നമ്പ്യാർ എന്താ ചെയ്യുന്നത്? കുഞ്ചൻ നമ്പ്യാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സാമൂഹിക വിമർശനം അതുപോലുള്ള കാര്യങ്ങൾ വേറൊരു സ്ട്രീമിലേക്കാണ് പുള്ളി പോകുന്നത്. അപ്പോൾ സാമൂഹിക വിമർശനവും അങ്ങനെയുള്ള ഒരു തീമിലുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കുന്ന ആളാണ് ഈ പറയുന്ന പ്രാചീന കവിത്രയത്തിലെ 3ാമതായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാർ കേട്ടോ. അപ്പം ആ കാര്യം കൂടെ ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കൃഷ്ണഗാഥയുടെ കർത്താവ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചേക്കാം. ഭക്തി കൊണ്ട് സംസാര ദുഃഖം അതിജീവിക്കാമെന്ന ദർശനം അത് ആരുടെയാണ് എന്ന് ചോദിച്ചത് ആരുടെയാണ്? ചെറുശ്ശേരിയുടെയാണ് കേട്ടോ. ഭക്തി കൊണ്ട് സംസാര ദുഃഖം അതിജീവിക്കാമെന്ന ദർശനം ഏത് കവിയുടെയാണ് ചോദിച്ചത് ആരുടെയാണ്? ചെറുശ്ശേരിയുടെയാണ് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അതുപോലെ തന്നെ ഈ കൃഷ്ണഗാഥയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭക്തി പ്രസ്ഥാനം പോപ്പുലർ ആവാനുള്ള കാരണം അതേ സംസ്കൃതം മാറിയിട്ട് എന്തിലേക്കാണ്? മലയാളത്തിലേക്കാണ് വന്നത്. അപ്പോൾ കൃഷ്ണഗാഥയ്ക്കും അതേ പ്രത്യേകത തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ എന്താ, തമിഴും സംസ്കൃതവും അതിൽ നിന്ന് ഒരു മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്തത്. പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. അപ്പോൾ അതിനകത്തെ ഒരു മെജോറിറ്റി മലയാളം ഉപയോഗിച്ച് വളരെ കുറച്ച് അവിടെയൊക്കെ സംസ്കൃതം അച്ചടി തമിഴൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു കൃഷ്ണഗാഥ അദ്ദേഹം രചിച്ചിരിക്കുന്നതൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അപ്പോൾ നമുക്കിനി നേരെ എഴുത്തച്ഛനിലോട്ട് വരാം. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് അല്ലേ എഴുത്തച്ഛൻ. അപ്പോൾ എഴുത്തച്ഛന് മുന്നേ നമ്മൾ ചെറുശ്ശേരി പറഞ്ഞു. അപ്പോൾ ചെറുശ്ശേരിയും എഴുത്തച്ഛനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് എഴുത്തച്ഛനേക്കാളും മുന്നേ മലയാള ഭാഷ കൈകാര്യം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത ആളാണ് പറയുന്ന ചെറുശ്ശേരി. പക്ഷെ അതിന് ശേഷമാണ് പിന്നീട് എഴുത്തച്ഛനൊക്കെ വരുന്നത്. ഈ എഴുത്തച്ഛൻ വരുമ്പോഴും ഈ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ള ഒരു സ്ഥാനം കിട്ടുന്നത് പക്ഷേ എഴുത്തച്ഛൻ തന്നെയാണ്, ചെറുശ്ശേരിക്കല്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് ഇപ്പോൾ പ്രൊഫസർ കെ പി പിഷാരടി എന്നൊക്കെ പറഞ്ഞ ആ ഒരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ ചെറുശ്ശേരി 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്താണ് ഉപയോഗിച്ചതെങ്കിലും പിന്നീട് ഒരു മലയാള ലിപി എന്ന രീതിയിലേക്ക് 51 അക്ഷരം അന്നുണ്ടായിരുന്നത് മലയാളം ലിപി, ഇന്ന് 56 അക്ഷരം, അന്ന് 51 എന്നാണ് ആ ഒരു അഭിപ്രായത്തിൽ ഞാൻ വായിച്ചത്. അപ്പം അതനുസരിച്ചിട്ട് ഈ ഒരു മലയാള ലിപി പ്രയോഗത്തിൽ കൊണ്ടുവന്നത് ഈ പറയുന്ന എഴുത്തച്ഛനാണ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പറയുന്ന രീതിയിൽ, അതായത് മലയാള ഭാഷയുടെ പിതാവ്, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മലയാളത്തിലുള്ള ഹരിശ്രീ കുറിക്കുന്ന അല്ലേ, നമ്മൾ ഹരിശ്രീ കുറിക്കുക എന്നൊക്കെ പറയും. അതായത് ഹരിശ്രീ ഗണപതയെ നമ എന്നുള്ള ആ ഒരു ഹരിശ്രീ കുറിക്കുന്ന ആ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ കൊണ്ടുവന്നത് എഴുത്തച്ഛനാണെന്നൊക്കെ ചരിത്രകാരന്മാരുടെ ഒരു അഭിപ്രായത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾക്കൊന്ന് എക്സ്ട്രാ ആയിട്ടൊരു നോളജ് തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ എന്താ, മലയാള ഭാഷയുടെ പിതാവ് ആണ് ഈ പറയുന്ന എഴുത്തച്ഛൻ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്തുള്ള തുഞ്ചൻപറമ്പ് എന്ന പ്രദേശത്താണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പൊന്നാനി താലൂക്കിലെ വെട്ടത്തു നാട്ടിലുള്ള തുഞ്ചൻപറമ്പ്. നിങ്ങൾ തുഞ്ചൻപറമ്പ് എന്നൊരു കാര്യം ആ ഒരു പേര് ഓർമ്മയിൽ വെച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ സ്മാരകം ഒക്കെ വരുന്നത് ഈ പറഞ്ഞ തുഞ്ചൻപറമ്പിലാണ്. നമ്മുടെ സ്മാരകവും ഒക്കെ ഇതിൽ കൂടെ നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന എഴുത്തച്ഛനാണ് കേട്ടോ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് എഴുത്തച്ഛനാണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ രാമായണം അല്ലേ, അധ്യാത്മരാമായണം, അത് കിളിപ്പാട്ട് ആ ഒരു വെർഷനിൽ വരുമ്പോഴത്തേക്കും കിളി അല്ലെങ്കിൽ തത്തമ്മ വന്നിട്ട് ആ ഒരു രാമായണം ചൊല്ലിക്കൊടുക്കുന്നതായിട്ടാണ്. അതപ്പോൾ കിളിയെ കൊണ്ട് ഈ ഒരു കഥ പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു എഴുത്ത് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നമുക്ക് നോക്കിയാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, പിന്നെ അതുപോലെ മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമകീർത്തനം, അതുപോലെ തന്നെ ഭാഗവതം കിളിപ്പാട്ട്, ചിന്താരത്നം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച വൃത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം കിളിപ്പാട്ടിൽ ഉപയോഗിച്ച വൃത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നീ 4 വൃത്തത്തിലാണ് അദ്ദേഹം കിളിപ്പാട്ടുകളിൽ പ്രയോഗിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു പേര് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചാൽ മതി. അത് അത്രയും സ്പെസിഫിക് ആയിട്ട് ഒരു വൃത്തം അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല.
പിന്നെ സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും തുല്യ പ്രാധാന്യത്തോടെ ചേർക്കുന്ന ഒരു ഭാഷാരീതിയാണ് അദ്ദേഹം ആവിഷ്കരിച്ച് പോന്നിരുന്നത്. അത് സംസ്കൃത പദവും ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താ, കാരണം ഇതിൽ ട്രാൻസിഷൻ ഫേസ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ, നേരത്തെ സംസ്കൃതമാണ് ഉപയോഗിച്ചിരുന്നത്, ഒരു ശുദ്ധ മലയാളത്തിലോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മാറുന്ന ഒരു ഘട്ടത്തിലോട്ട് വരുമ്പോൾ എന്താണെങ്കിലും അതിനകത്ത് തീർച്ചയായിട്ടും സംസ്കൃതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവും. അപ്പോൾ അത് എഴുത്തച്ഛൻ്റെ കൃതികളിലും കാണാൻ കഴിഞ്ഞിരുന്നു. നമ്മൾ തുഞ്ചൻ സ്മാരകം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എഴുത്തച്ഛൻ്റെ സ്മാരകം. അപ്പോൾ ഈ പറഞ്ഞ തുഞ്ചൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് 1964 ജനുവരി 15-നാണ്. പക്ഷേ തുഞ്ചൻ ദിനമായിട്ട് വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്, ഡിസംബർ 31 ന്യൂ ഇയർക്ക് ആഘോഷിക്കാൻ പോലെ എല്ലാവരും. അന്ന് തുഞ്ചൻ ദിനം കേട്ടോ. തുഞ്ചൻ ദിനമായിട്ട് വരുന്നത് ഈ പറഞ്ഞ ഡിസംബർ 31 തുഞ്ചൻ ദിനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെവിടെയാണ്, തുഞ്ചൻ സ്മാരകം എവിടെയാണ് വരുന്നത്, മലപ്പുറം ജില്ലയിലാണ്. അവിടെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ സ്മാരകമാണ് തുഞ്ചൻ പറമ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം തുഞ്ചൻ സ്മാരകത്തെപ്പറ്റി നമ്മൾ ഇത്രയാണ് നമുക്ക് അറിയേണ്ടതുള്ളത് ഈ ഒരു പരീക്ഷയ്ക്ക്. പിന്നെ അടുത്തത് നമുക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അല്ലെ, അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണോ അതോ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയാണോ ഇഷ്ടം എന്നൊക്കെ നമ്മൾ അത് ചോദിച്ചില്ലേ. അപ്പോൾ അതിനകത്ത് ആ ഒരു മേൽപ്പത്തൂരാണ് ഈ പറയുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ പെർസ്പെക്റ്റീവിൽ അറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി അതേതാണെന്ന് ചോദിച്ചാൽ അത് നാരായണീയമാണ്. പിന്നെ ഈ ശ്ലോകങ്ങളുടെ സംഖ്യയും കൂടെ ഓർത്ത് വെച്ചോളൂ, 1036 ശ്ലോകങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നാരായണീയമാണ്, 1036 ശ്ലോകമാണ് അടങ്ങിയിട്ടുള്ളത്. പരീക്ഷയുടെ രീതിയിൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറഞ്ഞ എവിടെയാണ്, പൊന്നാനി താലൂക്കിലെ മേൽപ്പത്തൂർ ഇല്ലത്താണ് ജനനം. അത് പരീക്ഷയുടെ ഇതിൽ അത്രയൊന്നും സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ ഇപ്പോൾ വരാറില്ല. എന്നാലും ഒന്ന് മേൽപ്പത്തൂർ അല്ല പൊന്നാനിയാണ് ആളുടെ സ്ഥലം എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്, നാരായണീയമാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ നാരായണീയത്തിലെ ശ്ലോകങ്ങൾ എത്രയാണ് എന്നുള്ളതാണ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 1036 ശ്ലോകങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഇതിനകത്ത് ആ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഏകദേശം കാലഘട്ടം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ഒരാളുടെയും ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ ആ ഇയർ ഒന്നും പഠിക്കണ്ട. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു തുഞ്ചൻ സ്മാരകത്തിൻ്റെ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ഒന്ന് ഓർമ്മ വെച്ചുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ തുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്ന ആ ഒരു ഡേറ്റ് ഡിസംബർ 31 ഡേറ്റും നിങ്ങൾ ഓർമ്മ വെക്കുക. അതുപോലുള്ള ഡേറ്റുകൾ മാത്രം ഓർമ്മ വെച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ എന്ന് ജനിച്ചു അല്ലെങ്കിൽ എന്ന് വരെയാണ് അദ്ദേഹം ജീവിച്ചത് അങ്ങനെയുള്ള കാലഘട്ടം ഒന്നും ഓർമ്മയിൽ ഈ പരീക്ഷയുടെ ആവശ്യത്തിനായിട്ട് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മേൽപ്പത്തൂരിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് എന്ത്, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന. ഓക്കെ, അപ്പോൾ മേൽപ്പത്തൂരിൻ്റെ നാരായണീയം പറയുമ്പോൾ ഒപ്പം നിങ്ങൾ അറിയേണ്ട കാര്യമാണ് പൂന്താനം രചിച്ച കൃതി അല്ലേ. അത് എന്താണ്, ജ്ഞാനപ്പാനയാണ് പൂന്താനം രചിച്ച കൃതി. ആ ഒരു പേരും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക കേട്ടോ. ജ്ഞാനപ്പാന എഴുതി പൂന്താനമാണെന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇനി അടുത്ത് നമുക്ക് വില്ലുമംഗലം സ്വാമിയാരെ നോക്കാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. വില്ലുമംഗലത്ത് സ്വാമിയാരെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേരാണ്. നമ്മൾ ഏറ്റവും ആദ്യം എടുത്തിരുന്ന ക്ലാസ് ക്ഷേത്രകലകൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് എന്ത്, വില്ലുമംഗലം സ്വാമിയാര്. അതുപോലെ എന്താ, മാനവേദൻ, സാമൂതിരി മാനവേദൻ എന്ത് പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞേ, കൃഷ്ണഗാഥ അല്ലേ. കൃഷ്ണഗാഥ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഈ പേര് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വില്ലുമംഗലം സ്വാമിയാർ കൊടുത്തൊരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്ത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കോഴിക്കോട് സാമൂതിരിയായ മാനവേദൻ കൃഷ്ണനാട്ടം എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യം, കൃഷ്ണനാട്ടം എന്താണ് എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ക്ഷേത്രകലകളിലെ എൻ്റെ ഫസ്റ്റ് ക്ലാസ് കൃഷ്ണനാട്ടം തന്നെയാണ് ക്ഷേത്രകലകളിൽ. അപ്പോൾ അതിനകത്തത് പറയുന്നുണ്ട്, കാണാത്തവർ ആ ക്ലാസ് കറക്റ്റായിട്ട് കാണണം. ചോദ്യം വരാൻ ഏറെ സാധ്യതയുള്ളൊരു ഭാഗമാണ് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടിരിക്കണം. അപ്പോൾ വില്ലുമംഗലം സ്വാമിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈ പറയുന്ന കോഴിക്കോട് സാമൂതിരി മാനവേദൻ. അതുപോലെ തന്നെ വില്ലുമംഗലം സ്വാമിയുടെ ആ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന കോഴിക്കോട് സാമൂതിരിയായ മാനവേദൻ എന്ത് ചെയ്തത്, കൃഷ്ണനാട്ടം എഴുതിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ എന്താണ്, കൃഷ്ണഗീതിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് മലയാളത്തിലെ പ്രാചീന കവിത്രയം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകൾ തന്നെയാണ് അല്ലേ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ഇവരൊക്കെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. നേരത്തെ എന്തായിരുന്നു, മലയാള ഭാഷയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ മലയാള ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സംസ്കൃതത്തിൻ്റെ അതിപ്രസരമായിരുന്നു ആദ്യത്തെ സമയങ്ങളിൽ. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു, ഇവരുടെ ഒരു വരവോടുകൂടി ഈ ഒരു മലയാള ഭാഷയിലേക്ക് ഒരു റിഫോം നടക്കുകയാണ്, ഒരു വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ സംസ്കൃതം അല്ലെങ്കിൽ തമിഴിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആ അതിപ്രസരം ഉണ്ടായിരുന്നു, അതെല്ലാം കുറച്ച് കൊണ്ടുവന്ന് പിന്നെന്താ മലയാളത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നതാണ് ഈ പറയുന്ന പ്രാചീന കവിത്രയത്തിൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് തന്നെയാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്. ഇതിൽ എഴുത്തച്ഛൻ്റെ മലയാള ഭാഷയുടെ പിതാവ് എന്നും തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചെറുശ്ശേരിയൊക്കെ നല്ല ശുദ്ധ മലയാളത്തിൽ തന്നെ എഴുതിയ ആളാണ്. സംസ്കൃതമൊക്കെ വളരെ കുറച്ച്, അതുപോലെ തമിഴിൻ്റെ വാക്കുകളൊക്കെ വളരെ കുറച്ച്
മലയാളത്തിൽ തന്നെ എഴുതിയ ആളാണ്. അതുപോലെ കുഞ്ചൻ നമ്പ്യാർ വരുമ്പോഴും എന്താണ്, തുള്ളൽ പ്രസ്ഥാനം വളരെയധികം ജനകീയമാകുന്നുണ്ട് അല്ലേ. എന്താ, അന്നത്തെ ആ ഒരു സാമൂഹിക കാര്യങ്ങളൊക്കെ വിമർശിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ പറയുന്ന സമൂഹത്തിലേക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലായത്, വളരെയധികം ലളിതമായ രീതിയിൽ മലയാളം അവതരിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് കേട്ടോ. അപ്പം മലയാളത്തിൻ്റെ പ്രാചീന കവിത്രയം ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എന്തുകൊണ്ടാണ് അവരെ ആ ഒരു പ്രാചീന കവിത്രയം എന്ന് വിളിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് മലയാളത്തിൻ്റെ ആധുനിക കവിത്രയത്തിലോട്ട് പോകാം. അപ്പോൾ മലയാളത്തിൻ്റെ ആധുനിക കവിത്രയം എന്ന് പറയുമ്പോൾ ആരാണ്, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ഇവർ 3 പേരെയാണ് എന്തെന്ന് പറഞ്ഞത്, ആധുനിക കവിത്രയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ ആധുനിക കവിയിലേക്ക് അല്ലെങ്കിൽ ആധുനിക കവിത്രയത്തിലോട്ട് വരുമ്പം ഇവിടെ തുടങ്ങുന്ന ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ, നമ്മൾ പ്രാചീന കവിത്രത്തിൽ നമ്മളൊരു കണ്ട ഒരു കാര്യമാണ് അല്ലേ, എന്താ, വളരെയധികം സംസ്കൃതം അല്ലെങ്കിൽ വളരെയധികം തമിഴ് ഇതിനൊക്കെ ഒരു ഇൻഫ്ലുവൻസ് മാറ്റി മലയാളത്തിലോട്ട് വരുന്നു. അപ്പോൾ ഇനി മലയാളത്തിനകത്ത് ഒരു ചേഞ്ച് വരികയാണ്. കാരണം നമ്മൾ ഈ പ്രാചീന കവിത്രയത്തിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരെല്ലാം ഭക്തിയിലാണ് അങ്ങ് ഊന്നി നിൽക്കുന്നത്. കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അവരുടെ കൃതികളെല്ലാം എന്താണ്, ഭക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ആധുനിക കവിത്രയത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു, അവിടെ വേറെയും കുറേ തീമുകൾ കൊണ്ടുവരികയാണ്. കാൽപ്പനികത വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, ഈ പാട്രിയോട്ടിസം എന്നൊക്കെ പറഞ്ഞത്, അതായത് രാജ്യത്തോടുള്ള സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ദേശഭക്തി കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ എന്താ, സോഷ്യൽ റിഫോംസ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ഈ പറയുന്ന ആധുനിക കവിത്രയം കൊണ്ടുവന്നത്. ഇതിലെടുത്ത് നമുക്ക് ഓരോരുത്തരും കാര്യം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഡെപ്തിൽ അറിയേണ്ട, പക്ഷേ നിങ്ങൾക്ക് പിന്നീട് മലയാള ഭാഷയിലോട്ട് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പം ഈ ആശാൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, പുള്ളി ആരാണ്, കുമാരനാശൻ ആരാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യനാണ് കേട്ടോ ഈ കുമാരനാശാൻ. അപ്പം കുമാരനാശാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അന്നത്തെ സാമൂഹിക അനീതി, സാമൂഹിക വിപത്ത് അല്ലെങ്കിൽ സമൂഹം നേരിട്ട ചില പ്രശ്നങ്ങൾ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, കവിതയിലൂടെ കൊണ്ടുവരികയാണ്, കവിതയിലൂടെ ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളൂരിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹം കവിതയിലെ കാൽപ്പനികത വളരെയധികം കൊണ്ടുവന്നയാളാണ് ഈ പറയുന്ന ഉള്ളൂർ. ഇനി നമ്മൾ വള്ളത്തോളിലോട്ട് വരികയാണെങ്കിൽ, ഇവിടെ വള്ളത്തോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ദേശീയത അതുപോലുള്ള കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ കൂടുതലും ഉന്നയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ദേശീയത, ദേശഭക്തി പോലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കവിതയിലൂടെ കൂടുതലും ഉന്നയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു പണ്ടുണ്ടായിരുന്ന ഒരു ചേഞ്ചിൽ നിന്ന് പ്രാചീന കവിത്രയം വന്നപ്പം ഉണ്ടായ വ്യത്യാസവും, അതിൽ നിന്ന് ഈ പറയുന്ന ആധുനിക കവിത്രയത്തിൽ വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസവും ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭക്തി പ്രസ്ഥാനം എന്നൊരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇത് ആധുനിക കവിത്രയം ഭക്തി പ്രസ്ഥാനത്തിൽ ഇല്ല, പക്ഷേ നമ്മൾ പ്രാചീന കവിത്രയം പറയുമ്പം ആധുനിക കവിത്രയം കൂടെ ഒന്ന് പറയാൻ വേണ്ടി ഞാനത് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പോർഷനായിരുന്നു. അപ്പം പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നവോത്ഥാന നായകർ എന്നൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.